CPM-ന്റെ എന്തുകൊണ്ട് തോറ്റു എന്നതിൻ്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട്. അതിൽ കുറേയധികം കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് ചോർന്നു പോകുന്നു എന്നുള്ളതാണ്. ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ആളുകൾ റൈറ്റിലേക്ക് വ്യതിചലിക്കുന്നു എന്നുള്ളത്. ഇതിനെ തടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ സംഭവിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനെ തടുക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. തടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിലെ റിസൾട്ട് വന്ന് അന്ന് രാത്രി ഒരു ചാനലിൽ ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അന്ന് രാത്രി മുതലെങ്കിലും വർക്ക് തുടങ്ങിയില്ലെങ്കിൽ ഇതിനെ തടുക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഈ തവണ കിട്ടിയിരിക്കുന്നത് 37% വോട്ടാണ്. ഏതാണ്ട് 9.5% വരുന്ന വോട്ടുകളുടെ വ്യത്യാസമുണ്ട് UDF ആയിട്ട്. എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെ ചരിത്രങ്ങളിലെ ഏറ്റവും വലിയ വ്യത്യാസമാണ് UDF LDF തമ്മിലുള്ളത്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും ഇത്രയും വലിയ വ്യത്യാസങ്ങളൊക്കെ വരാറുള്ളത്. ഇപ്പോൾ 60-65 ലക്ഷം വോട്ടുകളിലേക്കൊക്കെ CPM വീണിട്ടുണ്ട്. 64,900,000 വോട്ടുകളിലേക്ക് 90,000 വോട്ടുകളിലേക്കൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ ഇവിടെ CPM മനസ്സിലാക്കാത്തൊരു കാര്യം, ഇതൊരു 5 കൊല്ലം കൊണ്ടുണ്ടായ ഇടിവല്ല, പകരം 15-20 കൊല്ലം കൊണ്ടുണ്ടായ ഒരു ഇടിവാണ് എന്നുള്ളത് CPM മനസ്സിലാക്കണം. അത് ഞാൻ CPM-ൻ്റെ പല നേതാക്കളോടും നേരിട്ട് വ്യക്തിപരമായി വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അവരിപ്പോൾ ചെയ്യുന്നത് തൊലിപ്പുറമേയുള്ള ചികിത്സ മാത്രമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിലേക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ രാഷ്ട്രീയം നിർണ്ണയിക്കുന്നത്, രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധികൾ നിർണ്ണയിക്കുന്നതിന് മതവും മതവിശ്വാസവും വലിയ പ്രാധാന്യം കിട്ടാൻ തുടങ്ങിയിട്ട് ഒരു 10-15 കൊല്ലമായി. അപ്പോൾ അത്തരം കാര്യങ്ങൾ CPM അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഒരു സാംസ്കാരിക രംഗത്ത് നിന്ന് CPM പിൻവാങ്ങിയപ്പോൾ തന്നെ CPM പകുതി തോറ്റു. അതിന് തിരിച്ചു പിടിക്കണമെങ്കിൽ ഗൗതം അറിയേണ്ടത് അടുത്ത 5 കൊല്ലം കൊണ്ട് അത്രയും ശ്രമകരമായിട്ടുള്ള ഒരു എഫേർട്ട് ഇടണം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ BJP-യും കോൺഗ്രസും സംഘപരിവാറും ഒരു പ്രോ ലെഫ്റ്റ് എന്ന് പറയുന്ന ബ്രോഡർ ലെഫ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന എല്ലാ ആളുകളും കൂടി ഒത്തൊരുമിച്ച് നിന്ന് സർക്കാരിനെ അങ്ങോട്ട് എതിർക്കായിരുന്നു. ആ എതിർപ്പിൻ്റെ ഘട്ടത്തിൽ അവർ സാംസ്കാരിക പരിസരത്ത് നിന്ന് CPM മുഴുവനായിട്ടും അങ്ങോട്ട് മാറിക്കൊടുത്തു. എങ്ങനെയാണ് കോൺഗ്രസ് അഖിലേന്ത്യയിൽ തോറ്റതെന്നറിയോ? ഇന്ത്യയുടെ സംസ്കാരവും ഹിന്ദുത്വയും പട്ടേലിനെയും എല്ലാ ആളുകളെയും BJP-ക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തു. അവരതിൻ്റെ എല്ലാം ആൾക്കാരായി മാറി. ഗോസംരക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ആൾക്കാരായിട്ട് അവർ മാറി. പിന്നെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ജയിക്കാൻ പറ്റുന്നത്? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോലും ക്രെഡിറ്റ് BJP ഏറ്റെടുക്കുന്ന കാലത്തേക്കൊന്നും ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ കോൺഗ്രസ് പ്രൊപ്പഗാൻഡ മെഷീനറികളിൽ വളരെയധികം പുറകോട്ട് പോയി. ആ പുറകോട്ട് പോയതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ CPM പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കുക, അപ്പോൾ ഏറ്റവും അവസാനത്തെ 3 മാസം കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുത്തില്ലെന്ന് വയ്ക്കും. അവസാനത്തെ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും ആളുകളുടെ മനസ്സിനെ മാറ്റാൻ പറ്റില്ല. അല്ല, ഇത് BJP-യിലേക്കാണ് ഈ വോട്ടുകൾ പോകുന്നത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് കോൺഗ്രസ് BJP-യിലേക്ക് വോട്ടുകൾ പോകുന്നതിൻ്റെ കാര്യം പറഞ്ഞുതരാം. BJP-യിലേക്ക് വോട്ടുകൾ പോകുന്നതിൻ്റെ പ്രശ്നം പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അത് ഗംഭീരമായിട്ട് മനസ്സിലാക്കിയിരുന്നു, സതീശനൊക്കെ മനസ്സിലാക്കി. അതെന്താണ്? ഒരു 2019 ഇലക്ഷൻ്റെ ഒരു ഏതാണ്ട് അതേപോലുള്ള റിസൾട്ടാണ് ഇത്തവണ ഇവിടെ വന്നേക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 2019 നടന്ന ഇലക്ഷൻ എന്തായിരുന്നു? ആ ഇലക്ഷനിൽ ഉണ്ടായ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിൽ BJP വരാതിരിക്കാൻ കോൺഗ്രസിന് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ മുഴുവനായും തന്നെ വോട്ട് ചെയ്യുകയും ഏതാണ്ട് ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ അവർക്ക് തന്നെ വോട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ തന്നെ 46% വോട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തുനിന്ന് ഒരു 5-8% വോട്ട് കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈസി ആയിട്ട് ജയിക്കാം കേരളത്തിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നു. അതിനെ ഫോക്കസ് ചെയ്യണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. അതേസമയം CPM-ൻ്റെ വോട്ട് ബേസ് എവിടെയാണ്? CPM-ൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഒരു കൺസോളിഡേറ്റഡായി ഏതെങ്കിലും മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. ഇനി അതിൽ ഏറ്റവും മേജറായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ഈഴവ വോട്ട് ബാങ്കാണ്. ആ ഈഴവ വോട്ട് ബാങ്കുകൾക്കിടക്കാണ് BJP പടർന്നു കയറിയിട്ടുള്ളത്, BJP സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് CPM ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. CPM ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ CPM വളരെ റിപ്പോർട്ട് വെക്കുന്നതിന് മുമ്പ് ഗൗതം അറിയേണ്ടത് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഇത് കണ്ടെത്തുകയും റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്താണ്. ആ റിപ്പോർട്ടിൽ യഥാർത്ഥത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ അതിന്. ആ റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾ എന്ത് നടപടിയെടുക്കും തിരികെ വരാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്കും അതുപോലെ തന്നെ UDF-നും LDF-നും ഒരുപോലെ തന്നെ സ്ട്രാറ്റജികൾ അഡ്വൈസ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഇൻ്റർവ്യൂകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ 1 കൊല്ലം മുമ്പ് അവരൊരു സർവേ എടുക്കുമ്പോൾ വലിയ ജനവിരുദ്ധ വികാരം ഈ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിരുന്നില്ല.
പക്ഷെ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, എന്താണ് അടിസ്ഥാനപരമായ തോൽവിക്ക് കാരണം എന്നുള്ളതാണ് പ്രശ്നം. ഇനി അടുത്ത 5 കൊല്ലങ്ങൾ കൊണ്ട് സംഭവിക്കാനിടയുള്ള CPM ഫേസ് ചെയ്യാനിടയുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള പ്രശ്നം CPM-ന്റെ കയ്യിലുള്ള ഈഴവ OBC വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJP പ്രവർത്തിക്കുന്നത്. ആ BJP പ്രവർത്തിക്കുന്നതിന് വേണ്ടി BJP ഈ ഗവൺമെന്റിനെ വളരെ നിശിതമായി എതിർക്കുകയും ഒരു പ്രോ മുസ്ലിം ഗവൺമെന്റ് ആണെന്ന് പറയുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും UDF ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ പോലും അടുത്ത തവണയും BJP വോട്ടുകൾ കൂടാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ കൂടിയാലത് എവിടെ നിന്ന് കൂടും? മലബാറിലെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ ഇവർക്ക് കൂടുതൽ കിട്ടുമോ? ഇല്ല. അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് എത്രത്തോളം വോട്ടുകൾ കൂടുതൽ കിട്ടും? പകുതി കിട്ടുമായിരിക്കും. ഇതിലിപ്പോ സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, സാംസ്കാരിക രംഗത്ത് നിന്ന് CPM മാറിക്കൊടുക്കുന്നു. അതുപോലെ പ്രൊപ്പഗാൻഡ മെഷീനറി കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നില്ല. സ്വാതന്ത്ര്യ സമരം, വന്ദേ മാതരം ഇതൊക്കെ BJPക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ CPM-ന് കാലാകാലങ്ങളായിട്ട് ട്രഡീഷണലി കിട്ടിയ വോട്ട് ഈഴവ വിഭാഗത്തിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിൻ്റെ ആയിക്കോട്ടെ, ഇവർക്ക് തോന്നുക ചെയ്യുന്നത് ഇനി BJPക്ക് വോട്ട് ചെയ്യാമെന്ന്. അപ്പോൾ CPM-ന്റെ പോരാ, ഇത് സാംസ്കാരിക രംഗത്ത് നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും പോരായ്മകൾ കൂടി ഉണ്ടാകില്ലേ CPM-എന്നല്ല, ലോകത്തുള്ള ഏതൊരു പാർട്ടിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വംശീയമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉയർത്തി കാണിക്കുക, അത് അവിടെ ആളുകളെ സ്ട്രെങ്തൻ ചെയ്യുക രണ്ട് സൈഡിലേക്കോ എന്ന് പറയുന്നത് കുറെ കൂടി എളുപ്പമുള്ള കാര്യമാണ്. അവൻ ബ്ലാക്കാണ്, അവൻ കൊലപാതകയായിരിക്കും, അവൻ മറ്റേ അക്രമിയായിരിക്കും എന്ന് പറയുന്ന ഒരു തോന്നൽ സൃഷ്ടിക്കാൻ ഈ സമൂഹത്തിൽ വളരെ എളുപ്പമാണ്. മനസ്സിലായ? അതേസമയം വളരെ വെളുത്ത് സുന്ദരനായിട്ടിരിക്കുന്ന ഒരാൾ, എനിക്കും താങ്കൾക്ക് പോലും ഉണ്ട് ആ പ്രശ്നം, വളരെ വെളുത്ത് സുന്ദരനായിട്ടിരിക്കുന്ന ഒരാൾ പലപ്പോഴും ഒരു അക്രമിയാണെന്നോ ഒരു പെട്ടെന്ന് ഈ പറഞ്ഞ അയാൾ ഒരു കൊലപാതകം ചെയ്യാൻ സാധ്യതയുണ്ടെന്നോ നമ്മൾ പോലും വിചാരിക്കുന്നില്ല. ശരിയല്ലേ? വളരെ നന്നായി പാൻറ് ഷർട്ടും ധരിച്ച ഒരു വൈറ്റ് ഷർട്ടും ഈ പറഞ്ഞ പോലെ ബ്ലൂ ജീൻസും ധരിച്ച ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ജെന്റിലായി സ്പെക്സ് വെച്ച ഒരാൾ വന്ന് വഴി ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അല്ല ഗൗതം. യഥാർത്ഥത്തിൽ വളരെ ഈ പറഞ്ഞ പോലെ ഷാബിയായ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ അല്ലെങ്കിൽ അത്രക്കൊന്നും കളറില്ലാത്ത ഒരാൾ വന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഇവിടെ മറ്റൊരു രാജ്യങ്ങളിൽ ഇപ്പം അമേരിക്കയിലൊക്കെ അതാണ് കൂടുതലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താണ്, മതം വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ മതത്തിന്റെ പേരിൽ അവർ കഴിഞ്ഞ 10-20 കൊല്ലമായി ഇതിങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ശരിക്കും ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മതം പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ട് മറ്റേ ഇപ്പൊ MT എഴുതിയിട്ടുള്ള ഒരു കഥ പോലും നമുക്കിപ്പോൾ എഴുതാൻ പറ്റാത്ത, നിർമ്മാല്യം പോലും സിനിമ എടുക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ആയത്. ആകുമ്പോൾ തന്നെ അവരുടെ 50-60% പണി കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്താൽ മതി? പിന്നെ ഇതൊന്നുകൂടി അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? ആക്സലറേറ്റ് ചെയ്താൽ മതി. അതിനെ തടയുക എന്ന് പറയുന്നുണ്ടല്ലോ ഗൗതം, ഭയങ്കര ശ്രമകരമായ ജോലിയാണ്. കാരണം എന്താ, ഗൗതത്തിന്റെ ഉള്ളിലേക്ക് ഗൗതത്തിന്റെ മതം ഇൻജക്ട് ചെയ്യാൻ പ്രശ്നമാണ്. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഗൗതത്തിലുള്ള മനുഷ്യനെ ഇൻജക്ട് ചെയ്യാൻ. ശരിയാണോ? ഇപ്പൊ ഒരാളെ മനുഷ്യനില്ലേ? മതത്തിൽ മനുഷ്യനുണ്ട്, പക്ഷെ ആ മനുഷ്യനേക്കാൾ മതം പിടികൂടാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളൊരു ലിക്കർ ഉപയോഗിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം തെറ്റാണെന്ന്. പക്ഷെ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അതിനകത്തേക്ക് പോകുന്നത്? അതിനകത്തേക്ക് പോകാനുള്ള ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഈ ലോകത്തെമ്പാടും ഉപയോഗപ്പെടുത്തും, ഇവർ ഉപയോഗപ്പെടുത്തും. ഒന്ന്. ഇനി രണ്ടാമത്തെ അടുത്ത പ്രശ്നം എന്താ? അടുത്ത പ്രശ്നം CPM ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം, കൈരളി ചാനൽ, ദേശാഭിമാനി പഴയ പോലെ ആളുകളുമായി സംസാരിച്ചവരെ മനസ്സിലാക്കുക. ഈ സംസാരിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും ഇനിയുള്ള കാലത്ത് എന്ത് ചെയ്യില്ല, നടക്കില്ല. ഗൗതം അറിയേണ്ടത്, ഇന്ന് ആളുകളെ സ്വാധീനിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നതെന്നറിയോ? സോഷ്യൽ മീഡിയകളാണ്. ആ സോഷ്യൽ മീഡിയകളിൽ അവൻ എന്ത് കാണണം, എന്ത് കാണണ്ട, എന്താണ് അവൻ എന്ത് ചെയ്തത്, അവന്റെ മനസ്സിലേക്ക് എന്താ വരേണ്ടത്, കണ്ടിന്യൂസ്ലി ഒരു സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ അറിയാതെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രോഗ്രാം പോലും നിങ്ങളൊരു 100 ദിവസം ഒരു കൊല്ലം കാണുമ്പോൾ ഉണ്ടല്ലോ ഗൗതം, നിങ്ങൾ 100 എപ്പിസോഡ് ഒരു കൊല്ലം കാണുമ്പോൾ നിങ്ങൾ അറിയാതെ അതിലേക്ക് എന്ത് ചെയ്യും, എത്തിപ്പെടും. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അതിൻ്റെയൊക്കെ തീവ്രത CPM-ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനിയുള്ള കാലത്ത് എത്രമാത്രം മതേതരത്വമൊക്കെ അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് ഐഡിയോളജിയൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്? തിരുവനന്തപുരത്ത് BJPക്ക് 2 സീറ്റുകളിൽ ജയിക്കാനായത് ഗൗരവത്തോടെ കാണണം. ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും BJPക്ക് 20% കൂടുതൽ വോട്ട് കിട്ടിയെന്ന് ഓർക്കണമെന്നൊക്കെയാണ് സെക്രട്ടറി പറയുന്നത്. അപ്പം മലപ്പുറം പോലെ ഒരു പ്രദേശം, അവിടെ ഇതുവരെ CPM-ന് പിടിച്ചടക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം മറ്റൊരു മലപ്പുറമാക്കി തിരുവനന്തപുരത്തെ മാറ്റാനാണോ ഭാവിയിൽ BJP ശ്രമിക്കുന്നത്? ഒരു കൺസോളിഡേഷൻ ഇനിയുള്ള കാലം എന്നൊന്നും പറയണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ മതം ജയിച്ചൊരു തെരഞ്ഞെടുപ്പാണിത്.
എനിക്കത് പറയാനൊരു പണിയില്ല. മതം യഥാർത്ഥത്തിൽ ജയിച്ചു കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് 2026 നടന്നത്. ഇനി എത്ര കാലങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകും എന്നുള്ളത് മാത്രമേ വിചാരിക്കാറുള്ളൂ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെയാണോ? സത്യമായിട്ടും അത് യാഥാർത്ഥ്യമാണ്. പുള്ളിക്കൊക്കെ അത് പൊതിഞ്ഞു പറയേണ്ടി വരും. എനിക്കത് പൊതിഞ്ഞു പറയേണ്ട ആവശ്യമില്ല. മതം തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ നമ്മൾ സാമാന്യ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നത് പോലെയല്ലേ മതം മാത്രമാണ് വിജയിച്ചതെന്ന് പറയുന്നത്? ഒരു സംശയമില്ല. അത് ഞാൻ വേണമെങ്കിൽ അത് വിശദമായിട്ട് പറയാം. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ വീണ്ടും വിശദമാക്കാം, എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഈ വോട്ടിംഗ് പാറ്റേണുകൾ എടുത്തു വെച്ച് നോക്കിയാൽ മതം തീർച്ചയായും അസാമാന്യമായി പിടിമുറുക്കി കഴിഞ്ഞാൽ അവർ വലിയ തോതിൽ വിജയിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 2026 നടന്നത്. പക്ഷേ ഇത് 2026 മാത്രം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിനു മുൻപ് മറ്റേ ഒരു ബൈ ഇലക്ഷൻ മറ്റേ തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അന്ന് ഒരൊറ്റ സീറ്റ് മറ്റേ ഉണ്ടായിരുന്ന ആളെ CPM നിന്ന് മാറി മറ്റേ ഇങ്ങോട്ട് PC ജോർജ് കൊണ്ടുവന്നിരുന്ന ആ ഇലക്ഷൻ ഉണ്ട്. ആ ഇലക്ഷനിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ വർഗീയമായിട്ടുള്ള പ്രചരണം നമുക്ക് ദൃശ്യമായിരുന്നു. ഇത്തവണ അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇത് തിരിച്ചു കൊണ്ടുവരൽ എളുപ്പമുള്ള കാര്യമല്ല. തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമുണ്ട്. ഗൗതം പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. മതം പെട്ടെന്നെത്തുകയും മതേതരത്വം ആളുകളിൽ സൃഷ്ടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ആ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന കാര്യത്തിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഒരു പാലത്തിന്റെ 70 മീറ്റർ 100 മീറ്ററിൽ ഞാൻ മതേതരത്വം നിലനിൽക്കണം, അത് കൂടുതൽ വ്യാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ 4-5 വയസ്സ് മുതൽ ഏത് മതത്തിലും ആയിക്കോട്ടെ കുട്ടികളെ മതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മതേതരത്വം വിജയിക്കുക? നമ്മൾ ഈ പറയുന്ന ഈ ചോദ്യത്തിൽ മതേതരത്വം ഇല്ലായ്മയും മതവുമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പണിയെടുക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. മനസ്സിലായേ? നമ്മൾ ഇതൊക്കെ സമ്മതിക്കൂല, പക്ഷെ നമ്മളുടെ ഉള്ളിലും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുമ്പോഴത്തേക്കും ഒരു പുള്ളി വന്നിട്ട് പോകുന്നുണ്ട്. ആ പുള്ളി മതേതരനാണെന്നാണ് പുള്ളി ഗൗതം ഇപ്പൊ പറഞ്ഞ പോലെ പറയണേ. എന്നിട്ട് പുള്ളി പറയണ അടുത്ത വാചകം എന്താണെന്ന് വെച്ചാൽ അവിടെ വേറൊരു കാസ്റ്റ് ഉണ്ട്, ആ കാസ്റ്റിന്റെ ഒരു കോളനി അല്ല, ഞാൻ പറഞ്ഞ അവരൊക്കെ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവൻ മരിച്ചപ്പോൾ ഞാനൊന്ന് കാണാൻ പോവാണ്. കാര്യം നമ്മുടെ ജാതിയല്ല, പക്ഷെ എനിക്ക് ആ ചിന്തയില്ലല്ലോ എന്നാണ് പുള്ളി പറയണത്. അപ്പൊ പുള്ളിക്ക് യഥാർത്ഥത്തിൽ എന്തില്ല? ആ ചിന്തയില്ല. ഇല്ലാത്ത ആളാണോ? അല്ല, ആ ചിന്ത ഉള്ള ആളാണ് പുള്ളി. പുള്ളിയുടെ ഉള്ളിൽ പുള്ളി വിചാരിക്കുന്നത് മരിച്ചു കിടക്കുന്ന ഒരാളെ കാണാൻ പോയത് പുള്ളിയുടെ ഔദാര്യമായിട്ടാണ് പുള്ളി കിടക്കൂട്ടെ. ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗൗതം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ തന്നെ ഗൗതം ചോദിച്ച ചോദ്യത്തിന്റെ ഉള്ളിൽ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയാമോ? ഗൗതത്തിന് മനസ്സിലാകാത്തൊരു കുഴപ്പം. ആ കുഴപ്പം എന്താ വെച്ചാൽ 5ാം ക്ലാസ് മുതൽ ഏതൊക്കെ മതങ്ങളാണ് ഇവിടെ മതം പഠിപ്പിക്കുന്നത്? അത് ഗൗതത്തിന് അറിയാവുന്നതുകൊണ്ട് ഗൗതം ചോദിക്കണേ. ഗൗതം പറയുന്നത് അവരോട് പഠിപ്പിക്കേണ്ടെന്ന് പോലുമല്ല. ഗൗതം പറയുന്നത് ഇവിടെ പലപ്പോഴും ഈ പറയുന്ന ചോദ്യത്തിന് അടുത്ത ചോദ്യമായിട്ട് അവർ ഉത്തരം നൽകുന്നത് അയ്യോ ഹിന്ദുക്കൾ കൂടി അങ്ങനെ പഠിപ്പിക്കണമെന്നാണ്. ഞാൻ പറഞ്ഞു മതേതരത്വം വ്യാപിക്കണം, എല്ലാവരിലും എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്കൾ ഇപ്പൊ എന്താ പറഞ്ഞത്? മതേതരത്വം ഇല്ലാതാവുകയും മതം കൂടുതൽ ആളുകളുടെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിനുള്ള പരിഹാരം? പരിഹാരം എന്താണെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പരിഹാരമാണ്. ആ പരിഹാരം ആളുകൾ മുഴുവൻ എഡ്യൂക്കേറ്റ് ചെയ്യലാണ്. അതൊന്നും പെട്ടെന്ന് പ്രാവർത്തികമാകാൻ പോകുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം, മതേതരത്വം എപ്പോൾ വീണ്ടും ഇവിടെ പൂത്തുലയുമെന്ന് ചോദിച്ചാൽ ഗൗതം ഞാനൊക്കെ മരിച്ചു പോകും, പക്ഷെ ഗൗതം ഇവിടെ എഴുതി വെച്ചോ, പൂത്തുലയാൻ പോകുന്നത് ഈ മത തീവ്രത കൂടിക്കൂടി ഇവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാവുകയും വർഗീയ കലാപങ്ങൾ ഉണ്ടായും ഈ നാട് നശിക്കുകയും ചെയ്തതിന് ശേഷം പട്ടിണി കിടക്കുമ്പോൾ എന്ത് വരും? മതേതരത്വം വരും. പട്ടിണിയോ പ്രളയമോ നാളെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 5 ജില്ലകളിൽ മതേതരത്വം വരും. കാരണം എന്താണെന്നറിയാമോ? അപ്പം വികസനവും എന്താ, അപ്പൊ ദാരിദ്ര്യമാണോ മതേതരത്വം? സത്യം പറഞ്ഞാൽ അതും ഇതിന്റെ കാര്യമാണ്. അല്ല തിന്നിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ പോലും അല്ല പറയേണ്ടത്. പച്ചനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നിട്ട് എല്ലിനിടെ കുത്തുമ്പോഴാണ് നമുക്ക് ഈ സംഭവം തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത്, നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾക്ക് പട്ടിണി കിടക്കുകയാണെങ്കിൽ, നമ്മൾ വലിയ ദാരിദ്ര്യത്തിലാണെങ്കിൽ, നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാണെങ്കിൽ, പിന്നെ നമ്മൾ മതം ചിന്തിക്കാനോ ദൈവത്തിന്റെ വിശ്വാസം ചിന്തിക്കാനോ നേരമില്ല. കാരണം വിശപ്പ് നമ്മൾ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും? മനസ്സിലായ? അന്യൻ ആര് തരുന്ന ഭക്ഷണമാണെങ്കിലും നമ്മൾ മേടിച്ച് കഴിക്കും. മനസ്സിലായോ? അത് ഭക്ഷണം കഴിച്ച് നമ്മൾ നിവർന്നൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പല ദുഷ്ചിന്തകളും ഉണ്ടാകുന്നതെന്ന് പറയില്ലേ ഗൗതം? ആലസ്യങ്ങളിൽ നിന്നാണ്. അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. മനസ്സിലായി? അല്ലെങ്കിൽ നമ്മൾ അതേപോലെ മെന്റലി ഡെവലപ്ഡ് ആവണം. നമ്മളങ്ങനെ മെന്റലി ഡെവലപ്ഡ് ആയല്ല. എല്ലാ ലോകരാജ്യങ്ങൾ മുഴുവൻ മെന്റലി ഡെവലപ്മെന്റ് കുറഞ്ഞുമാണ് വരുന്നത്. അത് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഇലക്ഷൻ ടിക്ടോക്ക് ഇലക്ഷൻ എന്ന് വിളിക്കാൻ കാരണം ടിക്ടോക്കിലൂടെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെയോ ഇത്തരത്തിലുള്ള വിഷം വളരെ എളുപ്പത്തിൽ ആളുകളിലേക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗൗതത്തിനോട് ഞാനിപ്പോൾ ചലഞ്ച് ചെയ്യുന്നു. ഈ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ മതം തിരിച്ചുള്ളതല്ലാത്ത ആക്രമണങ്ങൾ എത്ര എണ്ണം പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു നോക്ക്. വളരെ കുറവാണ്. 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന, 10,000-കണക്കിന് ബലാത്സംഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പലതും
ഈ പല മതത്തിന്റെ പേരുള്ള ആളുകളുടെ പ്രതികളാവുന്ന കാര്യങ്ങൾ മാത്രം കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രവണതയുണ്ട്. അമേരിക്കയിലടക്കം മറ്റു സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ കറുത്തവർഗ്ഗക്കാരാണെങ്കിൽ അത് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രവണതയുണ്ട്. ഇപ്പൊ ഗൗതം പറയേണ്ടത് ഈ UK ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. ആ UK പ്രശ്നത്തിൽ ഈ പറയുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരാൾ എന്ന് പറയുന്ന വാർത്തയാണ്. ഇവിടെ നമ്മൾ ഈ മതം എന്ന് പറയുന്ന ഒരു സംഗതി മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്ന സംഗതിയായിട്ട് എടുക്കാം. CPM പ്രചരിപ്പിക്കുന്നതും ഒരു ഐഡിയോളജിയാണ്, ലെഫ്റ്റിന്റെ ഐഡിയോളജിയാണ്. BJP പ്രചരിപ്പിക്കുന്നതും ഒരു ഐഡിയോളജിയാണ്. അപ്പോൾ ഈ ഐഡിയോളജികൾ ആൾക്കാർക്ക് ആകർഷണീയതമാകുന്നു, അല്ലെങ്കിൽ BJPയുടെ ഐഡിയോളജി ആളുകൾക്ക് ആകർഷണീയത തോന്നുന്നു എന്നുള്ളതാണല്ലോ. ഐഡിയോളജികളൊന്നും ആകർഷണീയമൊന്നുമല്ല. 1975-80 വരെ BJPയുടെ ഐഡിയോളജി എന്തായിരുന്നു എന്നുള്ളതും അവരുടെ പരിപാടികൾ എന്തായിരുന്നു എന്നുള്ളത് ഗൗതം ഒന്ന് പഠിച്ചു നോക്കിയാൽ ഗൗതത്തിനൊരു ചെറിയ ഐഡിയ കിട്ടും. അവർക്ക് ഇത്തരത്തിലുള്ള ഐഡിയോളജി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയൊക്കെ പോയാൽ 2 സീറ്റ്, പിന്നെ 4 സീറ്റ്, പിന്നെ 6 സീറ്റ്, പിന്നെ 8 സീറ്റൊക്കെ ആയിട്ട് ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിക്കാൻ വലിയ ബുദ്ധിമുട്ടാകുമെന്ന് തോന്നി. ആ ബുദ്ധിമുട്ടാകുമെന്ന് തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തു? ഐഡിയോളജി ഒന്ന് മാറ്റിപ്പിടിച്ചു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ടത് മറ്റേ രാമജന്മഭൂമി പ്രശ്നവും അയോധ്യ ഭൂമി പ്രശ്നവും ബാബറി മസ്ജിദ് പ്രശ്നവും ഒക്കെ വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് കത്തി കയറാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അത് ഉത്തരേന്ത്യയിൽ മാത്രമേ നടക്കുള്ളൂ എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് 282 സീറ്റുകളിലേക്ക് എത്തിയത്. ആ 2ൽ നിന്ന് 82 പിന്നെ 252 സീറ്റുകളിലേക്കൊക്കെ എത്തിയപ്പോൾ ഇത് കൊള്ളാലോ, ഈ പരിപാടി കൊള്ളാം, ഇത് പറഞ്ഞ് വിജയിക്കുമല്ലോ എന്ന് മനസ്സിലായി. പക്ഷെ ആ വിജയിക്കുമല്ലോ എന്ന് മനസ്സിലായപ്പോഴാണ് അവർ ഏകമാനമായിട്ടുള്ള ഒരു ദൈവത്തെ സൃഷ്ടിക്കാൻ ശ്രമം നടത്തിയത്. അതിലവർ പരാജയപ്പെട്ടു. കാരണം ദക്ഷിണേന്ത്യയിലെ രാമൻ അത്ര വലിയ ദൈവമല്ല, അതിനേക്കാൾ വലിയ ദൈവം കൃഷ്ണനാണ്. ആളുകൾക്ക് കുറച്ചുകൂടി വൈകാരിക അടുപ്പുള്ള ദൈവം കൃഷ്ണനാണെന്ന് തോന്നിയിരുന്നു. അങ്ങനെ കൃഷ്ണനാണെന്ന് തോന്നിയതിൽ നിന്നാണ് പിന്നെ അവർ ഓരോ സ്റ്റേറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള മൈക്രോ ലെവൽ പ്ലാനിങ്ങുകളും മാനേജ്മെന്റുകളും നടത്തിയത്. ആ മാനേജ്മെന്റുകൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഗൗതം ഇവിടെ BDJS എന്ന് പറയുന്നത് BJPയുടെ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ മുതൽ ഇതിനെ കൃത്യമായി എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് യഥാർത്ഥത്തിൽ CPM-നോ കോൺഗ്രസിനോ ഒന്നും അറിയില്ല. കോൺഗ്രസ് ഒരു കാലത്തും അതിന് ശ്രമിച്ചിട്ടില്ല. ബംഗാളിൽ വന്നപ്പോൾ ദുർഗയായി. അത് തന്നെ. അപ്പൊ അത് ഓരോ മൈക്രോ ലെവൽ പ്ലാനിങ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഗൗതം മിക്കവാറും നോക്കിക്കോളൂ, ഇവിടെ BJP അധികാരത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ 10-15 കൊല്ലം കഴിയുമ്പോൾ മുസ്ലിം ലീഗിനകത്ത് പോലും വലിയ സ്പ്ലിറ്റ് ഉണ്ടാവുകയും ഒരു സ്ഥലത്ത് വോട്ടുകൾ ഭിന്നിക്കുകയും ചെയ്യും. ഇപ്പൊ ഒരു സ്ഥലത്ത് മുസ്ലിം കൺസോളിഡേഷൻ വളരെ ഒരു പാർട്ടിയിലേക്ക് കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഇൻഫീരിയോറിറ്റി സൃഷ്ടിക്കാൻ ഇപ്പം തന്നെ അത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് സാധിക്കുമല്ലോ. ഈ ഗൗതത്തിനോട് അത് എത്രത്തോളം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ബിസിനസ്സിനൊക്കെയുള്ള ഒരു ഗുണമുണ്ട്. ഗൗതം ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഇപ്പം നേരത്തെ ഇവിടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ബിസിനസ് എങ്ങനെയായിരുന്നു അറിയോ ഗൗതം? ഇന്റർഫിയർ ചെയ്യരുത്, ഒരൊറ്റ സെക്കൻഡ് ഇന്റർഫിയർ ചെയ്ത് ബിസിനസ് എങ്ങനെയായിരുന്നു അറിയോ? ബേക്കറി ബിസിനസ്. അത് ചെറിയ ചെറിയ ബേക്കറികളായിരുന്നു, ഓരോരുത്തരാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഗൗതം നടത്തുന്നു, 500 മീറ്റർ അപ്പുറത്ത് രതീഷ് നടത്തുന്നു, 500 മീറ്റർ അപ്പുറത്ത് ആകാശ് നടത്തുന്നു, 500 മീറ്റർ അപ്പുറത്ത് ബക്കർ നടത്തുന്നു, 500 മീറ്റർ അപ്പുറത്ത് ജോൺസൺ നടത്തുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. KR ബേക്കേഴ്സ് എന്ന് പറയുന്ന ബാലൻ ചേട്ടൻ അതിനൊരു ഓർഗനൈസ്ഡ് ആക്കി, എന്ന് പറഞ്ഞാൽ KR എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആക്കി. എന്നിട്ട് ആ ബ്രാൻഡിന്റെ കീഴിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ബെസ്റ്റ് ബേക്കറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ വലിയ ഓവനുകൾ കൊണ്ടുവന്നു. അവർ ഫ്രാഞ്ചൈസികൾ കൊടുക്കാൻ തുടങ്ങി. അതായത് അവരുടെ ബ്രാൻഡിലെ സാധനം വിറ്റുപോകുള്ളൂ. അതായത് മക്ഡൊണാൾഡ്സ് പോലെ ബാക്കിയുള്ളത് പോലെ, അതായത് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളെല്ലാം അങ്ങോട്ട് ഇല്ലാതായി. വലിയ ബ്രാൻഡുകൾക്ക് മാത്രം നിലനിൽക്കാൻ പറ്റുന്ന ലെവലിൽ അതേപോലെ ബ്രാൻഡ് സൃഷ്ടിച്ചെടുക്കുന്ന ദൈവങ്ങളുടെ പേരിലാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും ബ്രാൻഡ് സൃഷ്ടിച്ചെടുക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ബ്രാൻഡ് സൃഷ്ടിച്ചെടുക്കുന്ന പണിയിലുള്ള പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ഹിന്ദു മതം എന്ന് പറയുന്നത് നിരവധി അസംഖ്യം ജാതികളുള്ള ഒരു മതമാണ്. ആ മതത്തിനെ കുറിച്ച് ഉള്ളിലുള്ള പ്രശ്നങ്ങളൊന്നും പറയല്ലേ, നിങ്ങളല്ലേ ഞങ്ങൾ അവർണരാണെന്ന് പറഞ്ഞിരുന്ന, തൊട്ടുകൂടാത്തവരാണെന്ന് പറഞ്ഞ് ഞങ്ങളെ വഴിയടക്കാൻ സമ്മതിച്ചിരുന്നവരാണെന്ന് പറഞ്ഞിരുന്നതൊന്നും പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നരേഷൻസ് സൃഷ്ടിച്ചുകൊണ്ട് ഇവരെ യൂണിറ്റ് ചെയ്യുകയും ഒരു എതിരാളിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇനി ഇതിന്റെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തൊരു പോയിന്റ് കൂടി പറയാം. നേരത്തെ എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഐക്യമാണ് BJP വിചാരിച്ചിരുന്നതെങ്കിൽ ബാബറി മസ്ജിദിനൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങൾ തുടങ്ങുകയും പിന്നീട് നരേന്ദ്രമോദി അധികാരത്തിലേക്കൊക്കെ വരികയും ചെയ്തതിന്റെ ശേഷമാണ് ഗൗതം ഒരു മുസ്ലിം വിരുദ്ധ സമീപനത്തിലേക്ക് അവർ കടന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു വെറുപ്പ് പ്രചരിപ്പിക്കാനായിട്ട് CPM കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ശ്രമിച്ചില്ലേ? CPM വെറുപ്പ് പ്രകടിപ്പിക്കാൻ CPM തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ ശ്രമിച്ചു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പറഞ്ഞുതരാം, ഞാൻ മുഴുവൻ പറയാം. AK ബാലൻ പറഞ്ഞത് സത്യമാണ്. AK ബാലൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് ഞാൻ പറയും. ഇന്നും പറയും, അന്നും പറയും, എന്നും പറയും. ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറഞ്ഞുതരാം. AK ബാലൻ പറയുന്നതോ
രതീഷ് ചക്രവാണി പറയുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൗതം ഇവിടെ നിന്ന് പറയുന്നതോ പോലും എങ്ങനെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞ എങ്ങനെയാണ് മുസ്ലിംസിനെതിരെ ആവുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ട? അപ്പൊ അതിലൊക്കെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ പക്ഷെ പറയുമ്പോൾ ഉടനെ തന്നെ ഇതാ ഞങ്ങളുടെ മതത്തിനെതിരെ പറയുന്നു എന്ന് പറയേണ്ടത് ആരാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ആരാ പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമി അത്തരത്തിലുള്ള ഒരു പരിചയം എടുത്ത് പിടിക്കും. മനസ്സിലായി? പണ്ട് ഇത് KT ജലീൽ ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മളെല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ട്. KT ജലീൽ ഖുറാൻ ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ KT ജലീൽ വളരെ പറഞ്ഞത് ഖുറാൻ എന്താ വിതരണം ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചത്. പക്ഷെ ഖുറാൻ വിതരണം ചെയ്യാൻ പറ്റാത്തൊരു ഗ്രന്ഥമാണെന്ന് നമ്മളാരും പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞൊരു കാര്യം, ഖുറാൻ വേറൊരു സ്ഥലത്തും ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നതിന് നമ്മളെതിരല്ല. പക്ഷെ പ്രശ്നം അത് ഗവൺമെന്റ് പ്രഷർ ഉപയോഗിച്ച് എന്തിന് വിതരണം ചെയ്തു എന്ന് ചോദിച്ചത്. പക്ഷെ ആ ചോദ്യത്തിനെതിരെ കറക്റ്റായി 2 പരിചയങ്ങളെടുത്ത് KT ജലീൽ പിടിച്ചത് ഈ ചോദ്യമാണ്. അതായത് ഇത് പറയുന്നവനൊക്കെ ഖുറാനെതിരാണെന്ന് വരുത്തി തീർക്കലാണ് അതിന്റെ ലക്ഷ്യം. അതേ തന്ത്രം തന്നെ കോൺഗ്രസും ബാക്കിയുള്ള പാർട്ടികളും ഇതിനെതിരെ എടുത്തു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞതിന് എടുത്തു. ഞാൻ തിരിച്ച് ഗൗതത്തിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞതിന് കോൺഗ്രസ് എന്തിനാ മറുപടി പറയണേ? അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ ചില അജണ്ടകളുണ്ട്. കാരണം പറയുന്നത് ഒരു അറിയാലോ, AK ബാലനെ പോലുള്ള ഒരു പ്രമുഖനായിട്ടുള്ള ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അറിയാലോ, ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാനിത് പറയാൻ പാടില്ല. അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം ആദ്യം നമ്മൾ സമ്മതിക്കണം, AK ബാലൻ പറഞ്ഞതിലും മിസ്റ്റേക്കില്ല. പക്ഷെ എനിക്ക് എൻ്റെ പോലും വിശ്വാസം എന്ന് പറഞ്ഞ് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്ന ഒരു കാര്യം ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു ബുദ്ധി കൂടി ഉണ്ടാവും. ആ ബുദ്ധി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ BJP കിട്ടിയ 38 ലക്ഷം വോട്ടുകളാണ് ലോക്സഭയിലേക്ക് കിട്ടിയത്. ആ ലോക്സഭയിലേക്ക് BJP കിട്ടിയ 38 ലക്ഷം വോട്ടുകളിൽ ഒരു 15 ലക്ഷം വോട്ടെങ്കിലും തിരിച്ച് ഇത്തവണ ഞങ്ങളിലേക്ക് പോന്നോട്ടെ. അത് അലയൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടല്ല. പകരം അപ്പുറത്തൊരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാകുമ്പോൾ ഗൗതം പറഞ്ഞ പോലെ ഇപ്പുറത്ത് അതായത് ആ മുസ്ലിം കൺസോൾട്ടേഷൻ ഭയക്കുന്നവരാണല്ലോ BJP വോട്ട് ചെയ്തേക്കണം. ആ BJP വോട്ട് ചെയ്ത കഴിഞ്ഞ തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2016 30 ലക്ഷം വോട്ട് കിട്ടിയ BJP 26 ലക്ഷം വോട്ടിലേക്ക്, അതായത് 4 ലക്ഷം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറഞ്ഞു വന്നതുപോലെ ഇത്തവണ 10, 12, 15 ലക്ഷം വോട്ടുകൾ നമുക്ക് കൂടി കിട്ടിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു തോന്നൽ CPM-ന് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് CPM എന്ത് ചെയ്തിട്ടില്ല, വെള്ളാപ്പള്ളി നടേശനെയും ഈ പറയുന്ന പ്രസ്താവനകളെയും പലതിനെയും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത്രത്തോളം ശക്തമായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്തിട്ടില്ല, എതിർത്തിട്ടില്ല. അത്രയുള്ള കാര്യം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദമുണ്ട്. ഞാൻ CPM-നെ കുറ്റപ്പെടുത്തില്ല. കാരണം ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അപ്പുറത്തു നിന്നുള്ള വോട്ട് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളുടെ പ്രൊപ്പഗാൻഡ കൊണ്ട് പോയി. ഇപ്പുറത്ത് കിട്ടാനുള്ള വോട്ടെങ്കിലും എന്ത് ചെയ്തോട്ടെ, കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? അതായിരുന്നു ആ ആഭ്യന്തരം ജമാഅത്ത് കൈകാര്യം ചെയ്തത്. അല്ല, അതായിരുന്നു എന്നല്ല അദ്ദേഹം അല്ല, അതാണ് നിങ്ങളങ്ങനെ ടെസ്റ്റ് ചെയ്യരുത്. എന്റെ വാക്ക് ടെസ്റ്റ് ചെയ്യരുത്, നിങ്ങളെ അഭിപ്രായം പറഞ്ഞോ. ഞാൻ പറയുന്നത് പുള്ളി പറഞ്ഞ കാര്യം 100% കറക്റ്റാണ്. പക്ഷെ ആ പറഞ്ഞ കാര്യം തെറ്റായ ഒരു വ്യാഖ്യാനം അവിടെ നൽകുമ്പോൾ ചിലപ്പോൾ CPM പോലും അതിനെ പ്രതിരോധിക്കാതിരുന്നത്, അതിനെ തിരുത്താതിരുന്നതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാവും. പിന്നെ തിരുത്താൻ CPM-ന് കഴിയില്ലായിരുന്നു. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റുകൾ അടക്കം, ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇത് പറയണേ, ഉത്തരവാദിത്തോട് പറയാം, ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റുകൾ അടക്കം ഈ കേരളത്തിലെ മുഴുവൻ മീഡിയ ഹൗസുകളും സംഘപരിവാർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും കൂടി ഒരു പ്രൊപ്പഗാൻഡ തുടങ്ങിയിരുന്നു CPM-നെ തോപ്പിക്കാൻ. ആ പ്രൊപ്പഗാൻഡയുടെ 1ാം ഘട്ടം ഈ കൺസോൾട്ടേഷൻ UDF-ന് അനുകൂലമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു വാചകമായി AK ബാലന്റെ പ്രസ്താവനയെ അവർ കൂടി എന്ത് ചെയ്തു. കഴിഞ്ഞ ദിവസം P ജയരാജൻ ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, അദ്ദേഹം ആശങ്കപ്പെടുകയാണ്, ഭയപ്പെടുകയാണ്. ഈ RSS എന്ന് പറയുന്നത് അല്ലെങ്കിൽ BJP എന്ന് പറയുന്നത് വലിയ ബുദ്ധികേന്ദ്രങ്ങളാണ്, തിങ്ക് ടാങ്കുകളാണ്. അപ്പോൾ അവര് ഇപ്പം തന്നെ ബംഗാൾ പിടിച്ചു കഴിഞ്ഞു. 3 സീറ്റായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അവർക്ക്. പിന്നീട് അവരെ ഇങ്ങനെ കൊണ്ടുവന്നു. ഇനി അടുത്തത് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കേരളമാണ്. അതിനെ ഒരുപക്ഷെ നമുക്ക് ചെറുക്കാൻ പോലും അസാധ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ജാഗ്രതയോടുകൂടി കാണണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഞാനും അത് തന്നെയുള്ളൂ പറഞ്ഞത്. അങ്ങനെ തിരിച്ചു വരാനുള്ള സാഹചര്യമില്ല. കാരണം അവർ 70%, 80% ഒരു 100 മീറ്ററുള്ള ഒരു പാലത്തിൽ അവർ 80 മീറ്റർ ഓടിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഓടിക്കഴിഞ്ഞ് കേരളത്തെ അതിനുവേണ്ടി പരുവപ്പെടുത്തിയിരിക്കുന്നു, പാകപ്പെടുത്തിയിരിക്കുന്നു. അത് മനസ്സിലാകേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് പാലായിലെ ബിഷപ്പ് പോലും ലവ് ജിഹാദിനെ കുറിച്ച് ഭയപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഒരു പ്രൊപ്പഗാൻഡ വന്നിട്ടുണ്ട്. അതായത് ഒരു പെൺകുട്ടി വന്ന് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് ഉണ്ട്. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരു യൂട്യൂബർ പറയുന്ന ഒരു വാചകമുണ്ട് എപ്പോഴും, ലവ് ജിഹാദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളതാണ്.
പക്ഷെ അത് നമുക്ക് തെളിയിക്കാൻ കഴിയില്ലെന്നാണ്. തെളിയിക്കാൻ കഴിയില്ലാത്തൊരു കാര്യമാണെങ്കിൽ പിന്നെ ആർക്കും എന്തും പറയാമല്ലോ. ഗൗതം കൃഷ്ണൻ ഒരു കൊലപാതകയാണ്, പക്ഷെ എനിക്ക് തെളിയിക്കാൻ കഴിയില്ലെന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് അത്രമാത്രം ഇന്നസെന്റ് ആണ് എന്ന് നിങ്ങൾ കാണരുത്. അത് CPM-ന് അതിനെ പ്രതിരോധിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ BJPക്ക് യഥാർത്ഥത്തിൽ ഇത്തരത്തില് എന്താണ് സഹായം ചെയ്തു കൊടുത്ത അത്തരത്തിലേക്ക് മനസ്സിനെ രൂപപ്പെടുത്തിയതിൽ എക്സ് മുസ്ലിങ്ങൾക്ക് വലിയ പങ്കുണ്ട്, യുക്തിവാദികൾക്ക് യഥാർത്ഥത്തിൽ വലിയ പങ്കുണ്ട്. ഈ ആരിഫ് ഹുസൈൻ തെരുവോത്തിനൊക്കെ പോലുള്ള. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ചാനലിൽ അദ്ദേഹം ഒരു പ്രോഗ്രാം ചെയ്യാറുണ്ട്, കോയ കോളിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് തന്നെ ഞാൻ പറഞ്ഞു. ആ കോയ കോളിംഗിൽ ഈ ആയിഷ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കാര്യം തോന്നുന്നു എനിക്ക് താങ്കൾ പറഞ്ഞത്. ആയിഷ വന്നിട്ട് ഹിന്ദു പേരാണ് യഥാർത്ഥത്തിലുള്ളത്, ഹിന്ദു പെൺകുട്ടിയാണ്. അപ്പൊ ഇത് ജനങ്ങൾ ഒരുപാട് വ്യൂവർഷിപ്പ് ഉണ്ടാവുകയാണ്, വിശ്വാസപരമായിട്ട് ആളുകൾ കാണുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പറഞ്ഞുതരാം. സത്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, അത് ഇവർ ചെയ്യൂല. സത്യത്തിൽ ആരിഫ് ഹുസൈൻ തെരുവോത്തിൻ്റെ ആ വീഡിയോ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് അത് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കാണും, കാരണം ഈ വിഷം നമുക്ക് പതുക്കെ കണ്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആരിഫ് ഹുസൈൻ തെരുവോത്തിനോട് എനിക്കൊരു വിരോധമില്ല. അദ്ദേഹം സുഹൃത്താണ്, അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ പണി ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹവും രവിചന്ദ്രനൊന്നും അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത്, അവരെ അടക്കമുള്ള ആളുകളെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള ബുദ്ധി താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ RSSനും സംഘപരിവാറിനും ഒക്കെ ഉണ്ട്, മനസ്സിലായി. അതുകൊണ്ടാണ് അവർക്ക് ജനൻ TV-യിൽ സ്പേസ് കൊടുക്കുന്നത്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കാണ് താൽക്കാലികമായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ പോകണമെന്ന് അറിയാം. ഇപ്പൊ ആയിഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്ന് വിളിച്ചു എന്നാണല്ലോ പറയണേ. സത്യത്തിൽ അതിന്റെ പുറത്തുള്ള ഒരു ഫാക്ട് ചെക്ക് നടത്തിക്കൊടുത്തോളെന്നാണ് എന്റെ ആദ്യത്തെ ആവശ്യം ഗവൺമെന്റിനോട്. ഗവൺമെന്റ് ആ പോലീസിന്റെ പെൺകുട്ടിയെ കണ്ടുപിടിക്കണം, കാരണം അതൊരു ഒഫൻസ് ആണ്. ആ ഒഫൻസ് അത്തരത്തിലുള്ള ഒരു കുരുക്കിലേക്ക് ആ പെൺകുട്ടിയെ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഈ പറയുന്ന പോലെ പരിരക്ഷിക്കാനുള്ള, അതിനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാവിധ ഉത്തരവാദിത്വവും ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പരാതി പോലും വേണ്ട, സ്വമേധയാ കേസ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, അന്വേഷിക്കണം, ആ പെൺകുട്ടിയെ കണ്ടെത്തണം, കൃത്യമായിട്ട് അത് കണ്ടെത്തി പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് കണ്ടെത്തണം. യാഥാർത്ഥ്യമാണെങ്കിൽ 100% അത് പുറത്തു വിളിച്ചു വരണം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പൊ ആരിഫ് ഹുസൈൻ തെരുവോത്തായതുകൊണ്ട് പറയണം വിളിച്ചിട്ട്, ഈ പണി ഇനി എന്ത് ചെയ്യരുത്. നിങ്ങൾ ഇപ്പൊ പറയുന്ന കാര്യം കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ഇതിന്റെ ജെനുവിനിറ്റി പരിശോധിക്കണം. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാം, ഈ ലോകത്ത് മുഴുവൻ ഇന്ത്യയിലടക്കമുള്ള നിരവധി റയറ്റുകൾ, കലാപങ്ങൾ, ഇതുപോലെയുള്ള വിദ്വേഷങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് മൂല കാരണത്തിലേക്ക് എത്തിയിട്ടുള്ള കാരണങ്ങൾ പലതും തെറ്റായിരുന്നു എന്നവർ തിരിച്ച് അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞതാണ് ശരിയായിട്ടുള്ള കാര്യം. ആഭ്യന്തര വകുപ്പ് ആരാണ് ആ പെൺകുട്ടി, ഇത് യഥാർത്ഥത്തിൽ വസ്തുതയാണോ? കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം അത് ഇൻജക്ട് ചെയ്ത് കഴിഞ്ഞു, അത് സത്യമാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇനി അടുത്ത ഇത് രണ്ടാമത്തത്, ഇത് ശരിയാണെങ്കിൽ BD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ നാടിനോട് കുറച്ചെങ്കിലും സ്നേഹപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വന്ന് പത്രസമ്മേളനം നടത്തി 1 മണിക്കൂറെടുത്ത് ജനങ്ങളോട് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഞാൻ പറയണം. ഒന്ന്, ഇതിന്റെ പുറകിൽ ഇനിയിപ്പോൾ ഒരാളാണെങ്കിൽ അവനെ പിടിച്ച് എന്ത് ചെയ്യണം, അകത്തിടണം. രണ്ടാമത്തത്, ഇതിന്റെ പുറകിൽ ഒരു സംഘമുണ്ടെങ്കിൽ ആ സംഘത്തെ പിടിച്ച് നിരത്തി നിർത്തി ഫോട്ടോ എടുത്തിട്ട് ജനത്തിനോടൊരു കാര്യം പറയണം. ഈ മതസമുദായത്തിനകത്തുള്ള ഇവിടെ കേരളത്തിൽ വസിക്കുന്ന 90 ലക്ഷത്തോളം 85 ലക്ഷം 90 ലക്ഷത്തോളം വരുന്ന ആളുകളെ മുഴുവൻ നിങ്ങൾ ശത്രുക്കളായി കാണരുത്. അതിനിടയിലുള്ള ചില പുഴുക്കുത്തുകളാണിത്. ഈ ആരിഫ് ഹുസൈൻ തെരുവോത്തനെ ഞാൻ അഭിനന്ദിക്കുന്നു, കാരണം ഇങ്ങനൊരു കാര്യം പുറത്തേക്ക് കൊണ്ടുവന്നതിലൊന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ആരിഫ് ഹുസൈൻ തെരുവോത്ത് എന്ന് പറയുന്നത് മിണ്ടാതെ സാധാരണ പണിക്കുകയോ ഒരു ഹോസ്പിറ്റലിൽ പണിക്കുകയോ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തെയും നിങ്ങൾ തെറ്റിദ്ധരിക്കുമായിരുന്നു. ഇപ്പൊ വേറെ ആരെങ്കിലും ആണ് പുറത്ത് കൊണ്ടുവന്നെങ്കിൽ. അങ്ങനെ നമ്മൾ ഒരു സമുദായത്തെ മൊത്തമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഏത് സമുദായത്തിൽ ഏത് വൃത്തികെട്ടവന്മാർ ഈ പണി ചെയ്താലും നമ്മൾ പൊക്കും എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിന് ക്ലാരിറ്റി ഉണ്ടാവും. ഇനി ഒരു കാര്യം പറയാം, ഇനി ഒരു കാര്യം കൂടി പറയാം. ഇതൊന്നും സംഭവിക്കാതെ ഇതങ്ങാട് വെറുതെ പട്ടം പോലെ വിട്ടുകൊടുത്താൽ ജനങ്ങൾ യഥാർത്ഥത്തിൽ തീരുമാനിക്കട്ടെ. ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ മതേതരത്വം യഥാർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ മുഖം നോക്കാതെ ഏത് സമുദായത്തിനെതിരെയും നിലപാടെടുക്കാനുള്ള ആർജവം ഒരു സർക്കാരിന് അല്ലെങ്കിൽ പാർട്ടിക്ക് നിലപാട് പറയാനുള്ള ആർജവം ഉണ്ടാവണം ആദ്യം. ഇപ്പൊ VS അച്യുതാനന്ദൻ ഒരു കാര്യം കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ആളുകൾ ഇസ്ലാമിക രാജ്യമാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞൊരു കമന്റ്, ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായി. എന്തുമാത്രം സൈബർ ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത്? ഈ സൈബർ ആക്രമണം എന്നുള്ളത് മാത്രമല്ല ഗൗതം, ഇപ്പൊ VS അച്യുതാനന്ദൻ അതിന്റെ പ്രശ്നം എവിടെയാണെന്നറിയാമോ? അതിന്റെ പ്രശ്നം VS അച്യുതാനന്ദനെ പോലുള്ള ആൾക്ക് അത് പറയാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ AK ആന്റണിയെ പോലുള്ള ആൾക്ക് ന്യൂനപക്ഷങ്ങൾ സംഘടിതമായി ഇവിടുത്തെ അവകാശങ്ങൾ തട്ടിപ്പറിക്കണമെന്ന് പറയാൻ കഴിയുമായിരുന്നു.
അതിൻ്റെ പ്രശ്നം അവരൊക്കെ ഒരു റേഞ്ചിനപ്പുറം വളർന്നൊരു നേതാവായതുകൊണ്ടാണ്. ഇതിനാ താഴെയുള്ള ഒരു നേതാവും ഇത്തരം കാര്യം പറയാൻ കഴിയില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000, 3000, 4000 വോട്ടിനായിരിക്കും ജയിക്കുക. ആ 4000 വോട്ട് സ്വാധീനിക്കാൻ ഇവർക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഇലക്ട്രൽ പൊളിറ്റിക്സിലെ പല അഡ്ജസ്റ്റ്മെന്റുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തിട്ടുണ്ട്. ഞാൻ 4 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പ് മാത്യു സാമുവലിന്റെ ചാനൽ നാരദ ന്യൂസിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ കിടക്കുന്നുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യൂനപക്ഷ വർഗീയതയെ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ യഥാർത്ഥത്തിൽ CPM-ഉം കോൺഗ്രസും ഇവിടെ എതിർത്തില്ല. ആ എതിർക്കാത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഭൂരിപക്ഷം വളർന്നിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൗതം അറിയിട്ട് 2010 കൈവെട്ടിയപ്പോഴും എതിർത്തില്ല, അതിന് മുമ്പ് പല വേഷക്കെട്ടുകളും ഉണ്ടായപ്പോഴും എതിർത്തില്ല. അങ്ങനെ എതിർത്തിരുന്നുവെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, ഈ ജനാധിപത്യമാവുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നമാണിത്. ഈ ജനാധിപത്യത്തിലുള്ളപ്പോഴുള്ള ഒരു പ്രശ്നം, ഞാൻ കഴിഞ്ഞോടെ പറഞ്ഞപ്പോൾ ഒരു പാചകത്തിനോട്, ജനാധിപത്യത്തിന്റെ കുഴപ്പം ഇതാണ്. ജനാധിപത്യത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് ജയിക്കാൻ ഒരു 10,000 വോട്ടുകൾ കൂടി വേണമെങ്കിൽ അവന്റെ മുമ്പിൽ ഞാൻ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവും. രാജഭരണത്തിൽ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ 5 കോടി ജനങ്ങളുണ്ട്, 10,000 പേരെ തൂക്കി ജയിലിലിട്ടാലും എന്തില്ല, കുഴപ്പം ഇല്ല. അതാണ് അതിന്റെ പ്രശ്നം. നമുക്കറിയാലോ ഇപ്പം PC ജോർജിന്റെ ഗതി എന്താണ്, സുഖമായിട്ട് ജയിച്ചു വന്ന ആളാണ്. എന്താ പറ്റിയ സത്യത്തിന്? അല്ല, PC ജോർജിന്റെ ഗതി വന്നത് PC ജോർജിന്റെ കയ്യിലിരിപ്പോണ്ടാണ്, അതല്ലാതെ വേറെ ഒരു സമുദായത്തെ വെറുപ്പിച്ചു. അല്ല, ഒരു സമുദായത്തെ എന്നുള്ളത് അതൊക്കെ ശരി തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ സമുദായത്തെ ആരാണ് അവിടെ അതിനു മുമ്പ് അനുകൂലിച്ചത് ആരാണ്? അദ്ദേഹമാണ്. ഈ നേതാക്കളിൽ ആരും തന്നെ SDPയുടെ സമ്മേളനത്തിന് പോയിട്ടില്ല. അദ്ദേഹം SDPയുടെ സമ്മേളനത്തിന് പോയി പ്രസംഗിച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഈ വോട്ട് സീരിയസ്ലി തന്നെ ആ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിൽക്കുമ്പോൾ ഇപ്പൊ ഞാൻ പോലും ഇങ്ങനെ നിൽക്കുന്നു, നാളെ ഞാൻ സ്ഥാനാർത്ഥി ആവണമെങ്കിൽ എനിക്ക് പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രാഷ്ട്രീയക്കാര് ഭയപ്പെടേണ്ട സമുദായം എന്ന് പറയുന്നത് ഇസ്ലാം സമുദായം എന്നാണോ? അല്ല, ഭയപ്പെടേണ്ട സമുദായം എന്നുള്ളതിലൊക്കെയല്ല. ഇപ്പൊ ഒരിക്കലും CPM-നെ സംബന്ധിച്ചോളം CPM-ൽ ഒരു മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ മുഴുവനായിട്ട് ഒരിക്കലും കിട്ടിയിട്ടില്ല. കാരണം അതിന്റെ മഹാഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനാണ്, അതിൽ കുറച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനാണ്. പക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു സെർട്ടൈൻ വോട്ടുകൾ കൂടിയുണ്ട്. അത് കിട്ടാതെ പോകുന്നത് പാർലമെന്റിലാണ്. ആ പാർലമെന്റിൽ കിട്ടാതെ പോകുന്ന മൊത്തമായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഇത്തവണ ഉണ്ടാക്കണം എന്ന് കോൺഗ്രസ് വിചാരിച്ചിരുന്നു. ഇപ്പം എന്താണ്, ശബരിമല വിഷയത്തിൽ ഒരു നിലപാടെടുത്തത് കൊണ്ട് CPM-ന് വലിയ വോട്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ശബരിമല വിഷയത്തിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് മാത്രമാണ് വലിയൊരു വോട്ട് നഷ്ടം ഉണ്ടായതെന്നൊന്നും ഞാൻ വിചാരിക്കുന്നു. വോട്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു NSS അതുപോലെ SNDP-യിലൊക്കെയുള്ള കുറെ വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകൾ, അതായത് കുറച്ചുകൂടി സമ്പത്തുള്ള ആളുകൾക്കൊക്കെ അതിന്റെ പുറത്ത് ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ പറയുന്ന പോലെ വലിയൊരു സുനാമിയോ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനോ ബാധിക്കുന്ന ഒരു കാര്യമില്ല. ആകെ അതിനകത്ത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ പോയിന്റ്, വ്യൂവർഷിപ്പിൽ ജനം TV രണ്ടാമത് വന്നതാണ്. അല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ തെളിവൊന്നുമില്ല. പക്ഷേ വ്യൂവർഷിപ്പിൽ രണ്ടാമത് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏഷ്യൻ്റെ തൊട്ട് താഴെ രണ്ടാമത് വരുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. കാരണം ആ ഒരൊറ്റ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഭക്തിയും അതുപോലെ തന്നെ ഈ പറയുന്ന ആചാരങ്ങളോടൊക്കെ ഉള്ള വലിയൊരു ആഭിമുഖ്യം ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ശരിയാണ്. ആ സത്യം പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് CPM കാണാതെ പോയത്, അതാണ് BJP കാണാതെ പോയത്, അതാണ് കോൺഗ്രസ് പോലും അറിയാതെ പോയത്. യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ 10-20 കൊല്ലങ്ങൾ കൊണ്ട് വളരെ സംഘടിതമായ സോഷ്യൽ മീഡിയ പ്രചരണത്തിലൂടെ ഉണ്ടാക്കിയെടുത്താണ്. ഇപ്പൊ എനിക്ക് പല ആളുകളെ അറിയാം സാറേ, എന്താണ് ഈ ശബരിമല വിഷയത്തിൽ ഒരു നിലപാടെടുത്തത് കൊണ്ട് CPM-കാരായിട്ടുള്ള ആളുകൾ BJP-കാരായി മാറിയിട്ടുണ്ട്. പാർട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് 1-2 പേരെ അറിയാം. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിലപാട് എന്താണ് ശബരിമല CPM എടുത്ത നിലപാട്? ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞട്ടെ. അങ്ങനെ ഒരു നിലപാട് എടുത്തത് കൊണ്ട് BJP-ക്ക് വലിയ വളർച്ച വോട്ടിൽ ഉണ്ടായിട്ടില്ലെങ്കിലും വലിയ വളർച്ച അവർക്ക് ഉണ്ടായില്ല. അപ്പൊ CPM ആണ് BJP വളർത്തിയതിൽ ഉത്തരവാദികളെന്ന് പറയുന്നവരുണ്ട്. അല്ല അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പണിയാണ് ഗൗതം കൃഷ്ണ അടക്കം കാണിക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നു, എന്താണ് ശബരിമലയിൽ CPM ആണോ അവിടെ യുവതികളെ കയറ്റാൻ തീരുമാനിച്ചത്? ആരാ തീരുമാനിച്ചത്? സുപ്രീം കോടതി തീരുമാനിച്ചു. തീർച്ചയായിട്ടും സുപ്രീം കോടതി തീരുമാനിക്കുമ്പോൾ കേരളത്തിലുള്ള അവസ്ഥ എന്താണ്? നിങ്ങൾ കണ്ണടച്ചങ്ങട് ഇട്ടാക്കരുത്. രതീഷ് ചക്രവാളിയുടെ അടുത്ത് നടക്കില്ല. വേറെ നാട്ടുകാരെ പൊട്ടന്മാരായിക്കോ, അതിന് കുഴപ്പമില്ല. നാട്ടുകാരെ പൊട്ടന്മാരാക്കി എല്ലാവരും കൂടി. ഞാൻ പറഞ്ഞ ആ പൊട്ടന്മാരായിക്കോ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞോട്ടെ, BJP വിധിയെ സ്വാഗതം ചെയ്തു. O രാജഗോപാൽ ലേഖനം എഴുതിയത് പറയണമെന്ന്. RSSന്റെ ഇപ്പോഴത്തെ നിലപാട് സ്വാഗതം ചെയ്യാണ്. കോൺഗ്രസ് ഇവിടെയുള്ള ആളുകൾ സ്വാഗതം ചെയ്തു. പുരോഗമനം, ആഹാ വരൂ എന്ന് പറഞ്ഞു.
രാഹുൽ ഗാന്ധി ഇപ്പോഴും എന്താണ് നിലപാടെന്ന് ചോദിച്ചാൽ അത്തത്ത പുത്തത്ത എന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് പറയാൻ പറ്റില്ല ഒന്നും കേരളത്തിൽ വന്നത്. പുള്ളി ഹിന്ദിയിൽ നിന്നിട്ട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പുള്ളി പറയണ ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്നാണ്. പക്ഷേ മലയാളത്തിൽ പുള്ളി പറയില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്റെ പൊന്ന് ഗൗതം, ഇവിടെ ആരാണ് നിലപാട് മാറ്റാതിരുന്നത്? ജനം നാളെ എന്ത് ചെയ്യുന്നു, എതിരാണ് എന്ന് തോന്നി എല്ലാവരും നിലപാട് എന്ത് ചെയ്യും, മാറ്റും. അപ്പൊ അതേപോലെ ഒറ്റ ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കെ സുധാകരനും കെ സുരേന്ദ്രനും ഒക്കെ നിലപാട് മാറ്റിയത് ലേഖനം എഴുതിയവരാണ്. ഇപ്പൊ പോലും ബി ജെ പിയുടെ നിലപാട് എന്താണെന്നറിയോ താങ്കൾക്ക്? ബി ജെ പി പറയുന്നത് കയറ്റണ്ടെന്നല്ല, ബി ജെ പി പറയുന്നത് അങ്ങനെ തിരക്ക് പിടിച്ച് കയറ്റാൻ പാടില്ല, പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് കയറാന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് RSSന്റെ നിലപാട് എന്താണെന്ന് ബി ജെ പി അറിയോ? കയറ്റാമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലപാട് എടുക്കുന്ന ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിന്റെ അടുത്ത് നിലപാട് പറയൂല. കാരണം വെച്ചാൽ സുപ്രീം കോടതി വിധിയാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പൊ പിന്നെ ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രചരണം എന്ത് ചെയ്തു, അഴിച്ചുവിട്ടു. കാരണം എന്താ, പിണറായി വിജയൻ ഇത് വാശി പിടിച്ച് ആളെ കയറ്റുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം. അല്ല, ഞാൻ പറയുന്നത് നമ്മള് ഒരു വിഷയത്തിൽ ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞതായാൽ തന്നെ അതിൽ സർക്കാർ എടുക്കുന്ന അല്ലെങ്കിൽ എന്ത് പ്രവണതയാണ് ആ സമയത്ത് എടുത്തത്, ഒരു പിടിവാശി കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പം ബിന്ദു അമ്മിണി, രഹന ഫാത്തിമ ഇവരെയൊക്കെ പോലീസ് സഹായത്തിൽ കേട്ടുന്നു. അതോടൊപ്പം തന്നെ തന്ത്രിമാർക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ, തന്ത്രിക്കെതിരെയൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി. അപ്പം ഇതൊക്കെ ജനങ്ങൾക്ക് നൽകുന്ന, വിശ്വാസികൾക്ക് നൽകുന്ന ഒരു എന്താണ്, ഇതെന്താണ്, ഒരു ഇംപ്രഷൻ എന്താണ്? 10, 20, 25 കൊല്ലം മുമ്പ് ശബരിമല തന്ത്രിക്കെതിരെ ഒന്നും പറഞ്ഞ ആർക്കും നോവില്ലായിരുന്നു. ഈ 20 കൊല്ലങ്ങൾ കൊണ്ടിട്ട് വിശ്വാസവും രാജഭരണവും അതുപോലെ തന്നെ ദൈവങ്ങളും ഒക്കെ തന്നെ നമ്മൾ വിമർശനത്തിന് പോലും അതീതരാണെന്ന് പറയുന്ന ലെവലിൽ ഇവിടെയുള്ള ഒരു വലിയ പ്രൊപ്പഗാണ്ട വിജയിച്ചതിന്റെ ഒരു വലിയ ദുരന്തവും ലക്ഷണവുമാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ കണ്ടത്. വേറെ ഒന്നുമില്ല. ഇപ്പൊ ഈ ഗോഡി മീഡിയ അല്ലെങ്കിൽ സംഘപരിവാർ മീഡിയ ആ സമയത്ത് അഴിച്ചുവിട്ടിരുന്ന ഒരു പ്രചരണം എന്തായിരുന്നു പറയോ? ഇതേപോലെ പള്ളികളിൽ സ്ത്രീകളെ കയറ്റാൻ CPM ധൈര്യപ്പെടുമോ? അവിടെ നവോത്ഥാനം നടത്താൻ ധൈര്യപ്പെടുമോ? മറ്റൊരു കാര്യം കൂടി ചോദിച്ചു, ബാങ്ക് വിളിക്കാനായിട്ട് സ്ത്രീകൾക്കും ആവാലോ, സ്ത്രീകൾ ബാങ്ക് വിളിച്ചാൽ എന്താ കുഴപ്പം? ഇങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഭയപ്പാടൊക്കെ പെടുത്തി, അതായത് ഹിന്ദുക്കൾക്കെതിരെ എന്ത് നവോത്ഥാനം അതിൻ്റെ ഉള്ളിൽ നടത്താം, ഇപ്പുറത്ത് നവോത്ഥാനം നടത്താനായിട്ട് വോട്ട് ചോർന്നു, ചെറിയൊരു കാര്യമുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു വഴിയൊരുക്കി കൊടുത്തില്ല. ഇതിലൂടെ BJP വളർന്നില്ല. ശബരിമലയിലേക്ക് ഈ കേസുമായി പോയത് ആരാണ്? ആരുമായി ബന്ധമുള്ളവരാണ് കേസുമായി പോയത്? എന്തിനാണ് ഈ കേസുമായി പോയത്? രാഹുൽ ഈശ്വർ പോലും, താങ്കളുടെ ആരാധ്യ പുരുഷനായിട്ടുള്ള രാഹുൽ ഈശ്വർ പോലും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇത് BJPയുടെ കളിയാണെന്നാണ്. എന്തിനു വേണ്ടി? ശബരിമലക്കൊരു പണി കൊടുത്തതിന് ശേഷം ഇതേ പണി മറ്റേ മുസ്ലിം മുസ്ലിമിന്റെ ആരാധനാലയങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ്. എൻ്റെ പൊന്നു സുഹൃത്ത്, ഇതിന് പോയതാരാണ്? ഈ കേസിന് പോയവരുടെ പേരുകൾ എന്താണ്? അവർക്ക് ഏത് സംഘടനകളുമായിട്ടാണ് ബന്ധമുള്ളത്? CPM ആയിട്ട് അവർക്കൊരു ബന്ധമില്ല. ഇതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കുക, എന്നിട്ട് ഈ ചോദ്യം ചോദിക്കുക. ഞാൻ തിരിച്ചൊരു കാര്യം പറയുന്നു, ഇതിന് ചോദ്യം ചോദിക്കാൻ താങ്കൾക്ക് അവകാശമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? ഒരു മുസ്ലിം പള്ളിയിലേക്ക്, കേരളത്തിലൊരു മുസ്ലിം പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു വിധിയുണ്ടായി. അത് പിണറായി വിജയൻ നടപ്പിലാക്കിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ശബരിമലയിൽ നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ നമുക്കൊരു താരതമ്യമുണ്ട്. അല്ലാതെ രാവിലെ സുപ്രീം കോടതി വിധിയുണ്ടായി. ഈ കാര്യം പിണറായി വിജയൻ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് 50-60 കൊല്ലമായി. പുള്ളി ഇന്നവരെ ഒരിക്കൽ പോലും പുറത്തു വന്ന പിണറായി വിജയനോ CPMന്റെ നേതാക്കന്മാരോ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ ശബരിമലയിൽ വനിതകളൊക്കെ ആയിട്ടുള്ളൂ? ഇനി വനിതകളെ കയറാൻ വേണ്ടി തീരുമാനിച്ച 25 കൊല്ലം മുമ്പ് DYFIയും ബാക്കിയുള്ള CPM ഒക്കെ വിചാരിച്ച കയറില്ലായിരുന്നു. എന്താണ് ഇപ്പം നമ്മുടെ വളരെ ഭൗതിക നിലവാരമുള്ള, ഇപ്പം പഴയ നക്സൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഇന്റലക്ച്വൽ ഒക്കെ ആയിട്ടുള്ള CR പരമേശ്വരനെ പോലുള്ളവരൊക്കെ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ശബരിമലയിൽ സ്ത്രീകളെ ഇത്തരത്തിൽ കയറ്റുക എന്ന് പറയുന്നത് BJPയെ വളർത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആരോ മെനഞ്ഞ, ഒരു പക്ഷേ നാഗ്പൂരിൽ നിന്ന് മെനഞ്ഞ ഒരു കുടില തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയും ഞാൻ ചോദിച്ചത് സാറടുത്ത്, ഈ ഒരു വിഷയം കൊണ്ട് BJPക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ? BJPക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിന്നേ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ BJPക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത് BJP ആ നിന്ന നിപ്പിൽ അപ്പം തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രപ്പീസ് അടിച്ച പോലെ മലക്കം പറഞ്ഞുകൊണ്ടാണ്. സത്യത്തിൽ ഒരു AI പിക്ചർ ഉണ്ടാക്കുന്നതാണ്. സുരേന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നു, വിധിയെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ തന്നെ സുരേന്ദ്രൻ 2 കാലും പൊക്കി ഇപ്പുറത്തേക്ക് ചാടി ഇപ്പുറത്തെ കളത്തിലേക്ക് മാറുന്നു. അതിനുശേഷം PS ശ്രീധരൻപിള്ളയുടെ പ്രസംഗിക്കുന്നു, ഇതൊരു ഗോൾഡൻ ചാൻസ് ആണെന്ന് പറയുന്നു. അതേസമയം RSSും സംഘപരിവാരും പറയുന്നു സ്ത്രീകളെ കയറ്റേണ്ടതാണെന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ചു, എന്തൊരു കവോസ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം ഗൗതം അറിയേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു സന്ദർഭം സൃഷ്ടിച്ചതാരാണ്? അത് സുപ്രീം കോടതി വിധിയാണ്. ആ സുപ്രീം കോടതി വിധി ഭരിക്കുന്ന ഒരു പാർട്ടിക്കോ ഗവൺമെന്റിനോ ഞങ്ങൾ അനുസരിക്കില്ലെന്ന് പറയാൻ കഴിയില്ല.
അവരനുസരിക്കേണ്ടി വരും. ആരെങ്കിലും തയ്യാറായി വന്നാൽ അവരെ കയറ്റേണ്ടി വരും, അല്ലെങ്കിൽ കോടതി ലക്ഷ്യത്തിൽ നടപടിയെടുക്കാം. ഓക്കെ, അതിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം, വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യാമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ചെയ്യാതിരുന്നതിന്റെ സാഹചര്യം എന്താണ്? ആ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹം പിണറായി വിജയനോ ഞാനോ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആകെ നമ്മൾ 3 പേരെ ഇവിടെ എന്ത് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ 4 പേരെ ഈ സ്റ്റേറ്റിലുള്ളൂ. ഈ 4 പേരും ഇതിനോട് യോജിപ്പാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പഠിക്കണത് ചെയ്യാൻ? പിന്നെ മടിച്ചപ്പോഴാണ് NSS ഒരു നാമജപ ഘോഷയാത്രയുമായി വന്നു, അതിന്റെ ഒപ്പം ആള് കൂടുന്നു, ഒരു ജനപിന്തുണ അതിനാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം മലക്കം പറഞ്ഞു. അതുപോലെ മലക്കം അറിയാൻ CPM-ന് പറ്റിയില്ല, അത്രേ ഉള്ളൂ. സിമ്പിളാണ് കാര്യം. പക്ഷെ ഇത് പുറത്തേക്ക് വന്ന പ്രചരണം എന്താണ്? ആ പുറത്തേക്ക് വന്ന പ്രചരണം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ പോലെ കുറെ പേര് ഇത് CPM നിർബന്ധിച്ച് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന പരിപാടിയാണ്. ഒരു കുടിലതന്ത്രത്തിന്റെ ഭാഗമാണോ? എന്താ കുടിലതന്ത്രം? എന്താ ഉള്ളത്? കുടിലതന്ത്രം BJP-ക്ക് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. കാരണം അല്ലെങ്കിൽ അവർ BJP-യുമായി ബന്ധമുള്ള, സംഘപരിവാറുമായി ബന്ധമുള്ള നിരവധി പേരാണ് കേസിന് പോയിട്ടുള്ളത്. ഇത് ആർക്കാണ് അറിയാമുള്ളത്? പക്ഷേ നമ്മുടെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ പ്രബുദ്ധരാണ് എന്ന് ജനത്തിനോട് പറഞ്ഞുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ തന്നെ മറച്ചു വെറുതെ അങ്ങോട്ട് പ്രചരണം നടത്തുകയും. നമ്മൾ ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിയത് പാർട്ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് CPM-ന്റെ വോട്ടുകൾ പോലും BJP-യിലേക്ക് പോകുന്നെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു കുറ്റസമ്മതം നടത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് ആരാണ് ശബരിമലയിൽ പോകുന്നത്? കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പോലും ശബരിമലയിൽ പോകുന്നുണ്ട്, CPM അനുഭാവികളായിട്ടുള്ള ആളുകൾ പോലും പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസികളെ വ്രണപ്പെടുത്താനായിട്ട് ഈ ചില നീക്കങ്ങളൊക്കെ സർക്കാരിന്റെ, സുപ്രീം കോടതി വിധിയാണെങ്കിലും ചില നീക്കങ്ങളൊക്കെ ഗൗതം കൃഷ്ണ ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലാക്കുക. യഥാർത്ഥത്തിലുള്ള കാര്യം ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ആ റിപ്പോർട്ട് ചെയ്യാതെ തെറ്റായ കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അവരുടെ നരേറ്റീവുകൾ പടച്ചുവിടുന്നത് കൊണ്ടുമാണ് ഇവിടെ ഇത്തരം വലിയൊരു ഈ പറയുന്ന പോലെ പ്രശ്നമുണ്ടായത്. ആ മാധ്യമങ്ങളിൽ ആരാണ്? ജനം TV മുമ്പിൽ നിന്ന് നയിച്ചു, ഏഷ്യാനെറ്റും. നിങ്ങൾ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? യുവതികളെ കയറ്റണം, അത് അങ്ങേറ്റം പുരോഗമനപരമാണ് എന്നാണ് ഏഷ്യാനെറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങേറ്റം പുരോഗമനപരമാണെന്നാണ് അന്നുള്ള ബാക്കിയുള്ള എല്ലാ ചാനലുകളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ചാനലുകളും ഒരു ദിവസം കൊണ്ട് അത് മയപ്പെടുത്തി, അല്ലെങ്കിൽ അവർ മറുകട്ടം ചാടി. എങ്ങനെ ഒരാള് ശരിക്കും പറഞ്ഞു, അന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു യൂട്യൂബ് ഇന്റർവ്യൂവിന് പോലും ചെന്നിരുന്ന് നമുക്ക് ശബരിമലയ്ക്ക് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലിക്കുന്നതാണെന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് കേരളത്തെ മാറ്റി. ആര് മാറ്റി? ഇത് മാധ്യമങ്ങൾ നടത്തിയ തെറ്റായ പ്രചരണമാണ് CPM-നെതിരെ. അല്ലാതെ CPM ഒരു പടിയും അതിനകത്ത് ചെയ്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ 5 മണിക്കൂർ നിന്ന് തർക്കിക്കാൻ തയ്യാറാണ്. ഒറ്റ കാര്യമുള്ള അത് കൃത്യമായി എന്ത് ചെയ്ത് ഉപയോഗപ്പെടുത്തി. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശ്രീധരൻപിള്ള എന്ന് പറയുന്ന ഒരാൾ ഇതൊരു സുവർണാവസരമാണ്, നമുക്കിത് ഉപയോഗിക്കണമെന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ട് പോലും അതുപോലും മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല. അതെ, അത് പറഞ്ഞു. വാർത്തയാക്കിയില്ല. സുവർണാവസരമാണ് അത് അതുപോലും മാധ്യമങ്ങൾ ഇപ്പോഴും പറയുന്നില്ല. സാറേ, CPM-നോട് വളരെയധികം സ്നേഹമുള്ള ആളുകൾ പോലും ചോദിക്കുന്നത് ഇത് BJP-ക്ക് ഒരു സുവർണാവസരമായി മാറില്ലേ? ഇങ്ങനെ ഒരു നിലപാട് നിങ്ങൾ കൈക്കൊണ്ടു, അങ്ങനെ ഒരു നിലപാട് അവർക്കൊരു സുവർണാവസരമാക്കി മാറ്റിക്കൊടുക്കാനുള്ള നിലപാട് എന്താണ്? എന്റെ അഭിപ്രായം ഞാൻ പറയാം. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് CPM-നെ പോലെ ഒരു പാർട്ടി എടുക്കേണ്ട നിലപാടാണ് സുപ്രീം കോടതി വിധിയോടൊപ്പം നിൽക്കുക എന്നുള്ളത് CPM എടുത്തത്. പക്ഷെ ആ എടുത്ത നിലപാട് എന്തുകൊണ്ടാണെന്നും എന്തായതുകൊണ്ടാണ് ഞങ്ങളത് പാലിക്കാൻ തയ്യാറായെന്നും പ്രചരിപ്പിക്കാൻ കഴിയുന്ന മെഷീനറി തങ്ങളുടെ കയ്യിലില്ലെന്ന് CPM അന്ന് മനസ്സിലാക്കിയില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇത് ഇത്തരത്തിലുള്ളൊരു വ്യാജ പ്രചരണം നടത്തുമെന്നും ഇത് ഈ പറയുന്ന പോലെ ഇങ്ങനെ സമൂഹം മാറിക്കഴിഞ്ഞു എന്നും പറയുന്ന കാര്യവും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അത്രയുള്ള കാര്യം. സിമ്പിളാണ്. എന്തായാലും BJP വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതും CPM-നെ ചുരണ്ടിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പല വോട്ട് ബാങ്കും എടുത്തുകൊണ്ടാണ് വളരുന്നത്. ഇതിനെ തടുക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഇതിനെ തടുക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനെ തടുക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെ ആ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഗുളിക കഴിക്കുന്നത് പോലെ, മരുന്നെടുക്കുന്നത് പോലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നിൽക്കണം. സീരിയസ്ലി. അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയുന്ന അതിഗംഭീരമായിട്ടുള്ള ആളുകൾ ഇരുന്ന് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം. ആ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ 5ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 5 വയസ്സ് മുതൽ കൊച്ചിനെ മതം പഠിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് നിർത്തണമെന്നാണോ അതോ ഈ പറഞ്ഞ പോലെ നമ്മളും പഠിപ്പിക്കണമെന്നാണോ എന്ന് ചോദിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും അത്രയും എഫേർട്ട് എടുത്ത് പറയേണ്ടി വരും. ഇപ്പൊ മദ്യപാനത്തിലേക്ക് ഒരുത്തരെ കൊണ്ടുവരുന്ന പോലെയല്ല മദ്യപാനത്തിൽ ഒരുത്തരെ ഒഴിവാക്കാൻ കൗൺസിൽ ചെയ്യേണ്ടി വരിക. അവരെ നമ്മൾ 10 കൊല്ലം പറഞ്ഞു കൊടുത്താൽ പോലും 5 ദിവസം പറഞ്ഞു കൊടുത്താൽ പോലും അവന് മാറില്ല. അപ്പൊ അതുകൊണ്ട് അത് അത്രയും ഹെർക്കുലിയൻ ടാസ്ക് ആണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഗൗതം പറയുന്നത് പോലെ BJP ഇവിടെ 50% വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ കേരളത്തിൽ ആദ്യം പറഞ്ഞ ഒരാൾ ഞാനായിരിക്കും. കാരണം എന്താ,
അവര് രാഷ്ട്രീയ അജണ്ടകൾ തീരുമാനിക്കുന്ന ലെവലിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ്. അപ്പൊ അവര് കൃത്യമായിട്ട് അവരുടെ പണി ഭംഗിയായിട്ട് ചെയ്യുന്നു, ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു സംശയമില്ല. അവര് വലിയ തോതിൽ പണം മുടക്കുന്നുണ്ട്, ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ആകെ പറ്റിയുള്ള ഒരു കുഴപ്പമുള്ളൂ, ഇവിടെ കൃത്യമായിട്ടുള്ളൊരു നേതാവിനെ അവർക്ക് കിട്ടിയിട്ടില്ല. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ഒരു കരിസ്മയുള്ള ഒരു നേതാവിനെ കൂടി കിട്ടിയാൽ ഇനി സത്യം പറഞ്ഞാൽ ഞാൻ തുറന്നൊരു കൗതുകത്തിനോടൊരു കാര്യം വേണ്ട, മിക്കവാറും അടുത്ത തവണ അവരൊരു വേണമെങ്കിൽ അധികാരത്തിലേക്ക് പോലും അവർക്കെത്താം. BJPക്ക് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇപ്പൊ UDF ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്കൊരു 40 സീറ്റുകളിൽ ഒരു വിജയ സാധ്യതയുള്ള സീറ്റുകളുണ്ട്. 38 സീറ്റുകളിലെങ്കിലും വേണമെങ്കിൽ ഒരു 10,000 വോട്ടുമായിട്ട് ആളുകൾ വന്നാൽ ജയിക്കാന്നുള്ളവരുണ്ട്. അപ്പൊ ഇനി ഒരു സെക്കൻഡ് ലെവൽ 2 ടയർ നേതാക്കന്മാരൊക്കെ കൂടി അവരുടെ ഒപ്പം പോരാൻ തയ്യാറായിരിക്കുന്ന നേതാക്കന്മാരെയോ വലിയ വലിയ നേതാക്കന്മാരെയോ കേരളത്തിൽ നിന്ന് ഇനി ഇരു പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ അവരുടെ ഒപ്പം ചേരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ പെട്ടെന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും. അങ്ങനെ ആക്സിലറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ BJPക്ക് വലിയ ഗ്രോത്ത് കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്ന് ഈ വർത്താനം പറയുന്നത്.